ഹലോ രേണുസുതി ബിഗ് ബോസിൽ പോയതിന് ശേഷം അവരുടെ ചാനലിൽ 2-3 വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇപ്പോൾ രേണുസുതി വോട്ട് ചോദിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ കൂടെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കറങ്ങുന്നുണ്ട്. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രേണുസുതിയുടെ ഫാമിലി ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂവിൽ രേണുസുതിയുടെ അമ്മ അവർ ഈ നെഞ്ചിൽ കൈ വച്ചിട്ട് ശ്വാസം വലിക്കുന്നതായിട്ട് എങ്ങാണ്ട് കാണിക്കുന്നുണ്ട്. അത് അഭിനയമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ അത് ഒറിജിനലാണ് എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയുള്ള ഒരാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇൻ്റർവ്യൂവിൽ ഇരുത്തുകയാണോ വേണ്ടത്, അതോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണോ വേണ്ടത്, അതോ അല്ലെങ്കിൽ വീട്ടിൽ റെസ്റ്റ് ഇരുത്തുകയാണോ വേണ്ടത്? അത്രയും ബോധം ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കാർക്കില്ലേ? എന്നിട്ട് ആ ഒരു ഇതെടുത്തിട്ട് തംബ്ലൈൻ വച്ചേക്കുന്നു. എന്ത് ബോധമാണ് ആ ഇൻ്റർവ്യൂ എടുത്ത ആൾക്കാർക്കും ആ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കുള്ളത്? എങ്ങനെയും റീച്ച് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചതാണ് ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു തംബ്ലൈൻ. അതിൻ്റെ ഇടയിൽ രേണുസുതി ബിഗ് ബോസിൽ കിടന്നിട്ട് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലൊരു ഞാനതൊന്ന് കേൾപ്പിച്ചു തരാം. കാണാതിരിക്കാൻ പറ്റുന്നില്ല. അമ്മയുടെ പോട്ടെ നിങ്ങളൊക്കെ പറയാം. നിൽക്കണം ചേട്ടൻ മാനസികാവസ്ഥ നിങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലോ. വട്ട് പിടിക്കണം. അവിടെ നിന്ന് ആൽബവും കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ആർക്കൊന്നും അറിയില്ല. റിതപ്പൻ്റെ കാര്യം ഓക്കെ ഫൈൻ, പക്ഷേ ഇവർ ഈ കിച്ചൻ്റെ പേരും പറഞ്ഞിട്ടിരുന്ന് കരയേണ്ട ആവശ്യം എന്തുവാ? ഈ കിച്ചു ആ വീട്ടിലല്ല താമസിക്കുന്നത്. കിച്ചു കൊല്ലത്ത് താമസിക്കുന്ന കിച്ചുവിന് ഇവർ ഡെയിലി കാണുന്ന പോലെയാണ്, കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് ഈ കരയുന്നത്. നിങ്ങൾക്ക് കരഞ്ഞേ പറ്റുമെന്നാണെങ്കിൽ ആ ബാത്റൂമിൽ പോയിരുന്ന് കരഞ്ഞാൽ പോരായിരുന്നോ? എന്തിനാ ഈ ക്യാമറ ഉള്ളിടത്ത് വന്നിരുന്ന് കരയുന്നേ? പൊതുവേ നമ്മൾ കരയുമ്പോൾ ആൾക്കാരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ എങ്ങാണ്ട് പോയിരുന്ന് കരയും. ഇത് ക്യാമറ ഉള്ളതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് കണ്ണാടി നോക്കിയിരുന്ന് കരയുന്നു. കാണുന്ന എല്ലാവർക്കും അത് അഭിനയമാണെന്ന് മനസ്സിലാവും. അതിൻ്റെ മുമ്പ് ഇവർ ഈ കരച്ചിനാടകം നടക്കുന്നതിൻ്റെ മുൻപ് അവിടെ ഒരു തത്തയോ കുതിരയോ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെടുത്തിട്ടായിരുന്നു ആദ്യം കരച്ചിൽ. എന്നാൽ പിന്നെ അതിന് കണ്ണില്ല എന്ന് മനസ്സിലായി. ഇതിന് കണ്ണില്ലേ, പിന്നെ ഇതിനോട് ഞാൻ എന്ത് പറഞ്ഞിട്ട് കരയാനാന്നുള്ളൊരു സംസാരം അവർ സംസാരിക്കുന്നുണ്ട്. പിന്നെയാണ് ഇത് വരുന്നത്. എന്തായാലും കൊള്ളാം നാടകം കേട്ടോ. ശരി എന്നാൽ.